ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കടായിയുടെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആവശ്യമായ സാധനങ്ങൾ: ഒരു ക്യാപ്സിക്കം, ഒരു സവാള ചതുരത്തിൽ അരിഞ്ഞത്, 3 പച്ചമുളക്, 2 തക്കാളി, 2 സവാള ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ മല്ലിയില, പൊടികളായിട്ട് നമുക്ക് വേണ്ടത് 3 ഉണക്കമുളക്, 2 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 6 കാഷ്നട്ട്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 കിലോ ചിക്കനാണ്. ചിക്കനിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് സ്ക്വയറായി അരിഞ്ഞ സവാളയും ക്യാപ്സിക്കവും ഉണക്കമുളകും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. നല്ലോണം കുക്കാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് അത് നമുക്ക് അതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് അതേ ഓയിലിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് പൊടികളായിട്ട് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് തക്കാളിയും കാഷ്യൂനട്ടും അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയും ചിക്കനും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കടായി വീട്ടിൽ തന്നെ തയ്യാറാക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.